ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ EVSലെ വിങ്ഡ് ബഡീസ് എന്ന യൂണിറ്റിന്റെ ലെറ്റ്സ് അസസ് എന്ന ഭാഗം നോക്കാം. അതായത് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർക്കും മലയാളം മീഡിയത്തിലുള്ളവർക്കും ഒന്നിച്ചിട്ടുള്ള ക്ലാസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അസസ്മെന്റ് ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഡ്രോ ലൈൻസ് ത്രൂ ദ റൈറ്റ് പാത്ത് ടു കണക്ട് ദ ബേർഡ്സ് ടു ദെയർ ഫുഡ്. പക്ഷികൾക്ക് അവയുടെ ഭക്ഷണത്തിലേക്ക് എത്താനുള്ള ശരിയായ വഴി കാണിച്ചു കൊടുക്കൂ. അപ്പോൾ ഞാൻ ഇതിൽ ഏതൊക്കെയാണ് വരിക എന്ന് പറയാം, അത് കൂട്ടുകാർ ശരിയായി വരയണേ. ഈകൾ ഭക്ഷിക്കുന്നത് ഏതാണ്? റാറ്റിനെയാണല്ലേ. അപ്പോൾ റാറ്റിലേക്ക് വരഞ്ഞു കൊടുക്കാം. അടുത്ത ബേർഡ് ക്രോ ആണ്. ക്രോയും റാറ്റിനെ ഭക്ഷിക്കുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ ഫ്രൂട്ട്സും ഭക്ഷിക്കും. അപ്പോൾ ക്രോനെ നമുക്ക് റാറ്റിലേക്കും അതുപോലെ ഫ്രൂട്ടിലേക്കും വരഞ്ഞു കൊടുക്കാം. അടുത്തത് പാരറ്റ്. പാരറ്റ് ഗ്രെയിൻസ് ആണ് കഴിക്കുന്നത്. അപ്പോൾ പാരറ്റിനെ നമുക്ക് ഗ്രെയിൻസിലേക്ക് വരഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് ബേർഡ് സ്പാരോ ആണ്. സ്പാരോ എന്താണ് കഴിക്കുന്നത്? ഹണിയാണല്ലേ. അപ്പോൾ നമുക്കത് ഫ്ലവറിലേക്ക് വരഞ്ഞു കൊടുക്കാം. ലാസ്റ്റ് വരുന്ന ബേർഡ് വൈറ്റ് ചീക്ഡ് ബാർബറ്റ് ആണ്. അപ്പോൾ ആ ബേർഡ് പ്രധാനമായും കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്. അപ്പോൾ ആ ബേർഡിനെ നമുക്ക് ഫ്രൂട്ടിലേക്കും വരഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി. ഹായ്, ഈസ് ദിസ് എ വുഡ്പെക്കർ? ഇതൊരു മരംകൊത്തിയാണോ? റോബി ഷൗട്ടഡ് വെൻ ഹി സോ എ ബേർഡ് ബൈ ദ സൈഡ് ഓഫ് ദി പോണ്ട്. റോബി കുളക്കരയിൽ ഒരു പക്ഷിയെ കണ്ടപ്പോൾ അവൻ ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്, ഇതൊരു മരംകൊത്തിയാണോ? ദി ബീക്ക് ഓഫ് വുഡ്പെക്കേഴ്സ് ഈസ് നോട്ട് ലൈക്ക് ദിസ്, ആര്യൻ റിപ്ലൈഡ്. അത് കേട്ട ആര്യൻ പറഞ്ഞു, മരംകൊത്തിയുടെ ബീക്ക് അതായത് കൊക്ക് ഇങ്ങനെയല്ല. Then which bird is this? അങ്ങനെയെങ്കിൽ ഇത് ഏത് പക്ഷിയാണ്? Complete the picture, given appropriate colors. Prepare a note on its features. ഇത് ഏത് പക്ഷിയാണെന്ന് കൂട്ടുകാർ കണ്ടെത്തി അതിന് ഉചിതമായ നിറം നൽകണം. അതുപോലെ ആ പക്ഷിയെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഏത് ബേർഡാണ് കൂട്ടുകാരെ? ഇത് വുഡ്പെക്കർ ആണോ? അല്ല അല്ലേ, ഇത് കിങ്ഫിഷർ ആണ്. അതിന്റെ ബീക്കിൽ അതിനുള്ള ഫുഡ് ഉണ്ട്. എന്താണ് അതിന് ഫുഡായി കിട്ടിയിരിക്കുന്നത്? ഫിഷ് ആണ്. അപ്പോൾ ഇതൊരു കിങ് ഫിഷർ ആണ്. കിങ് ഫിഷറിന്റെ കളേഴ്സ് ഏതൊക്കെയാണ്? ബ്ലൂവും ഗ്രീനും ചേർന്ന ഫെതേഴ്സ് ആണ്. അതുപോലെ കിങ് ഫിഷറിന്റെ അടിഭാഗത്തായി വൈറ്റും ഓറഞ്ചും നിറത്തിലാണ് കാണുന്നത്. അപ്പോൾ അതിന് ശരിയായ രീതിയിൽ തന്നെ കൂട്ടുകാർ നിറം നൽകി ഭംഗിയാക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ചെറിയ നോട്ട് നോക്കാം. കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ് തന്നിരിക്കുന്നത്. കിങ് ഫിഷർ. അതിന്റെ ഫസ്റ്റ് ഫീച്ചർ, കിങ്ഫിഷർ ഇസ് എ സ്മോൾ ബേർഡ്. കിങ്ഫിഷർ എന്ന് പറയുന്നത് ഒരു ചെറിയ പക്ഷിയാണ്. ഇറ്റ് ഹാസ് ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് ആൻഡ് വൈറ്റ് ഫെതേഴ്സ്. ഇതിന് നീലയും പച്ചയും ഓറഞ്ചും വെള്ളയും നിറങ്ങളിലുള്ള തൂവലുകളാണ് ഉള്ളത്. ലിവ്സ് നിയർ വാട്ടർ ബോഡീസ് ലൈക്ക് പോണ്ട്സ്, റിവർ എക്സെട്ര. കുളം, പുഴ തുടങ്ങിയ വെള്ളമുള്ള പ്രദേശങ്ങളിലായിരിക്കും ഇവ താമസിക്കുന്നത്. ദ ലോങ് ഷാർപ്പ് ബീക്ക് ഈസ് യൂസ്ഫുൾ ഫോർ ക്യാച്ചിങ് ഫിഷ്. നീളമുള്ളതും കൂർത്തതുമായ അതിന്റെ ബീക്ക് മീൻ പിടിക്കാൻ സഹായിക്കുന്നു. ദേ ഹാവ് ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ഷോർട്ട് ടെയിൽ. അവയ്ക്ക് ചെറിയ കാലുകളും ചെറിയ വാലുമാണ് ഉള്ളത്. ആൾദോ ഇറ്റ്സ് മെയിൻ ഡയറ്റ് ഈസ് ഫിഷ്, ഇറ്റ് ആൾസോ ഈറ്റ്സ് അതർ സ്മാൾ അക്വാട്ടിക് ആനിമൽസ് ആൻഡ് ഇൻസെക്ട്സ്. ഇതിന്റെ പ്രധാന ഭക്ഷണം മീനാണെങ്കിലും മറ്റു ജലജീവികളെയും പ്രാണികളെയും ഇത് ഭക്ഷിക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മലയാളത്തിലുള്ള നോട്ട് നോക്കാം. വൻമാൻ ഒരു ചെറിയ പക്ഷിയാണ്. നീല, പച്ച, വെള്ള, ഓറഞ്ച് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്ന ചിറകും ശരീരവും. വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഇവ വസിക്കുന്നത്. നീളമുള്ളതും കൂർത്തതുമായ കൊക്ക് വെള്ളത്തിൽ നിന്നും ഇരയെ പിടിക്കാൻ സഹായിക്കുന്നു. നീളം കുറഞ്ഞ ചെറിയ കാലുകളും ചെറിയ വാലും. പ്രധാന ഭക്ഷണം മീൻ ആണെങ്കിലും മറ്റു ചെറിയ ജലജീവികളെയും പ്രാണികളെയും ഭക്ഷിക്കാറുണ്ട്. മൻസ ആൻഡ് അബിൻ were playing a table completion game. Join them and complete the table. മൻസയും അബിനും ചേർന്ന് ഒരു പട്ടിക പൂർത്തിയാക്കി കളിക്കുകയാണ്. അപ്പോൾ അവരോടൊപ്പം ചേർന്ന് ഈ ടേബിൾ പൂർത്തിയാക്കൂ. അപ്പോൾ നമുക്ക് ഇത് നോക്കി നോക്കാം. ഇതിൽ നെയിം ഓഫ് ദി ബേർഡ്, അതായത് പക്ഷിയുടെ പേര്, ഫസ്റ്റ് കോളത്തിൽ പക്ഷിയുടെ പേര്, കളർ, ആ ഒരു ബേർഡിന്റെ നിറം, ഫുഡ്, അതുപോലെ ബോഡി ഫീച്ചേഴ്സ്, നെസ്റ്റ്, ഈ ഓരോ കോളത്തിലും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ബേർഡ് പാരറ്റ് ആണ്. പാരറ്റിന്റെ കളർ ഗ്രീൻ. അവ കഴിക്കുന്ന ഫുഡ് ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ്. അവയുടെ ബോഡി ഫീച്ചേഴ്സ് റെഡ് ബീക്ക്, സ്ലിം ലെഗ്സ്,
ലോങ് ടെയിൽ, റെഡ് റിംഗ് റൗണ്ട് ദി നെക്ക്. അവയുടെ നെസ്റ്റ് കൂട് എന്ന് പറയുന്നത് ട്രീ സോൾ, മരത്തിൻ്റെ പൊത്തിലാണ്. നെക്സ്റ്റ് ബേർഡ് ക്രോ. ക്രോൻ്റെ കളർ ബ്ലാക്ക്. അവയുടെ ഫുഡ് ഇൻസെക്ട്സ്, ഫ്രൂട്ട്സ്, ഫുഡ് വേസ്റ്റ് എക്സെട്ര. അതുപോലെ അവയുടെ ബോഡി ഫീച്ചേഴ്സ് ബ്ലാക്ക് ഷൈനി ഫെതേഴ്സ്, അതായത് കറുപ്പ് തിളക്കമുള്ള തൂവലുകളാണ്. അതുപോലെ സ്ട്രോങ് ബീക്ക്. അവയുടെ നെസ്റ്റ് എന്ന് പറയുന്നത് ഓൺ ദ ട്രീ ബ്രാഞ്ചസ്, മരച്ചില്ലകളിലാണ് കൂട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ബേർഡ് സ്പാരോ. സ്പാരോയിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്രൗൺ ആണ്, തവിട്ട് നിറമാണ്. അവയുടെ ഫുഡ് എന്ന് പറയുന്നത് സ്മോൾ ക്രിയേച്ചേഴ്സ്. ബോഡി ഫീച്ചേഴ്സ് റൗണ്ട് ഹെഡ്, ഷോർട്ട് ടെയിൽ, ഷോർട്ട് ലെഗ്സ്. അവയുടെ നെസ്റ്റ് എന്ന് പറയുന്നത് ബുഷസ്, അതുപോലെ ബിൽഡിങ്സ്, അതായത് കുറ്റിച്ചെടികളിലും ബിൽഡിങ്ങുകളിലുമാണ് അവ കൂട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ബേർഡ് കിങ്ഫിഷർ. കിങ്ഫിഷറിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ഓർ ഗ്രീൻ, നീലയോ പച്ചയോ ആയിരിക്കും. നെക്സ്റ്റ് ഫുഡ് വരുന്നത് ഫിഷ്. ബോഡി ഫീച്ചേഴ്സ് ലോങ് ബീക്ക്. അതുപോലെ നെസ്റ്റ് ബറോസ് ഇൻ റിവർ ബാങ്ക്സ്, അതായത് പുഴയുടെ കരകളിലുള്ള മാളങ്ങളിലായിരിക്കും അവ കൂട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ബേർഡ് വുഡ് പെക്കർ. വുഡ് പെക്കറിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനിഷ് യെല്ലോ, അതായത് പച്ച കലർന്ന മഞ്ഞ നിറം അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ, മഞ്ഞ കലർന്ന തവിട്ട് നിറം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അതുപോലെ ഇൻസെക്ട്സ്, വോംസ്, അതാണ് അവയുടെ ഫുഡ്. അതുപോലെ അവയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പോയിന്റഡ് ബീക്ക്, റെഡ് ക്യാപ്പ് ഓൺ ദി ഹെഡ്. അടുത്തത് അവ താമസിക്കുന്നത് എവിടെയാണ്? ഹോളോസ് ഇൻ ട്രീസ്, മരത്തിൻ്റെ പൊത്തിലാണ് താമസിക്കുന്നത്. നമുക്കിനി ഈ ആക്ടിവിറ്റിയുടെ മലയാളം ഭാഗം നോക്കാം. പക്ഷിയുടെ പേര് തത്ത. നിറം പച്ച. ആഹാരം ധാന്യങ്ങൾ, പഴങ്ങൾ. ശരീര സവിശേഷതകൾ ചുവന്ന കൊക്ക്, വണ്ണം കുറഞ്ഞ കാലുകൾ, കഴുത്തിനു ചുറ്റും ചുവന്ന വളയും. കൂടിൻ്റെ പ്രത്യേകതകൾ മരപ്പൊത്ത്, മരപ്പൊത്തിലാണ് കൂട് വയ്ക്കുന്നത്. അടുത്ത പക്ഷി കാക്ക. കാക്കയുടെ നിറം കറുപ്പ്. അവ കഴിക്കുന്ന ആഹാരം പഴങ്ങൾ, ചെറുജീവികൾ, ഭക്ഷണാവശിഷ്ടം. ശരീരത്തിൻ്റെ സവിശേഷതകൾ തിളക്കമുള്ള കറുത്ത തൂവൽ, മൂർച്ചയേറിയ കൊക്ക്. കൂടിൻ്റെ പ്രത്യേകതകൾ മരച്ചില്ലയിൽ കൂടുകൂട്ടുന്നു. അടുത്ത പക്ഷി കുരുവി. കുരുവിയുടെ നിറം ചാരനിറം. ആഹാരം ചെറുജീവികൾ. ശരീര സവിശേഷതകൾ വൃത്താകൃതിയിലുള്ള തല, ചെറിയ വാൽ, ചെറിയ കാലുകൾ. കൂടിൻ്റെ പ്രത്യേകതകൾ കുറ്റിച്ചെടി, കെട്ടിടങ്ങൾ എന്നിവയിൽ കൂട് നിർമ്മിക്കുന്നു. അടുത്ത പക്ഷി പൊന്മാൻ. പൊന്മാൻ എന്ന പക്ഷിയുടെ നിറം നീലയും പച്ചയും ചേർന്ന നിറമായിരിക്കും. അവയുടെ ആഹാരം മീൻ, ചെറുജീവികൾ എന്നിവയാണ്. ശരീര സവിശേഷതകൾ നീണ്ട കൊക്ക്. കൂടിൻ്റെ പ്രത്യേകതകൾ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ കൂട് കൂട്ടുന്നു. അടുത്ത പക്ഷി മരംകൊത്തി. മരംകൊത്തിയുടെ നിറം പച്ച കലർന്ന മഞ്ഞ നിറം അല്ലെങ്കിൽ മഞ്ഞ കലർന്ന തവിട്ട് നിറം. അവ കഴിക്കുന്ന ആഹാരം പ്രാണികൾ, പുഴുക്കൾ. അവയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കൂർത്ത കൊക്ക്, തലയിൽ ചുവപ്പ് തൊപ്പി. അവയുടെ കൂടിൻ്റെ പ്രത്യേകത മരപ്പൊത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഈ ഒരു ക്ലാസ് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് 4ാം ക്ലാസ്സിലെ മറ്റൊരു യൂണിറ്റുമായി കാണാം. താങ്ക്